وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. സൂറത്തുൽ ബഖറയിലെ 50-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഫറഖുന എന്ന പദത്തിലെ ഖാഫിന് സുക്കൂനാണുള്ളത്. അവിടെ ഖൽഖലയാണ് നിയമം. ഫറഖ്ന വായിച്ചാൽ പോരാ, ഫറഖ്ന എന്ന് തന്നെ വായിക്കണം. അൽ ഖൽഖല എന്നാണ് ഈ നിയമത്തിന്റെ പേര്. ഫഅൻജൈനാക്കും അവിടെ മണിക്കേണ്ടതാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ജീമ് വന്നു. ജീമ് ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വഅഗ്റഖ്നാ ആല ഫിർഔൻ. വഅഗ്റഖ്ന എന്ന പദത്തിലെ ഗൈനിന് തഫ്ഖീം കൊടുക്കേണ്ടതാണ്, കനപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ദീർഘം വരുന്നുണ്ട്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ദീർഘത്തിന്റെ പേര്. വഅൻതും തൻദുറൂൻ ഇരു പദങ്ങളിലും ഇഖ്ഫാ ചെയ്യേണ്ടതാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നു, ളാ വന്നു. താഉം ളാഉം അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 50-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ഇത് ഫറഖ്ന നാം പിളർത്തിയ സന്ദർഭവും, ബിക്കും നിങ്ങൾ നിമിത്തം, അൽ ബഹ്റ സമുദ്രത്തെ, ഫഅൻജൈനാക്കും അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി, വഅഗ്റഖ്ന നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു, ആല ഫിർഔന ഫിർഔന്റെ കൂട്ടരെ, വഅൻതും നിങ്ങൾ തൻദുറൂൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങൾ, ഈ ആയത്തിന്റെ സാരം നിങ്ങൾ നിമിത്തം സമുദ്രത്തെ നാം പിളർത്തിയ സന്ദർഭവും ഓർക്കുക. അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും ഫിർഔന്റെ കൂട്ടരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇവിടെ ഈജിപ്തിൽ ഫിർഔന്റെ ഭരണത്തിന് കീഴിൽ വളരെ പ്രയാസത്തോടുകൂടി ജീവിച്ചിരുന്ന ഇസ്രായേൽ സന്തതികൾ, അവർക്ക് ഫിർഔന്റെ മർദ്ദനങ്ങൾ സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ കൽപ്പന കൊടുക്കുകയാണ്. ആ പ്രദേശം വിട്ട് തിരിഞ്ഞ് തങ്ങളുടെ നാടായ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അല്ലാഹുവിന്റെ ആ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹിസ്സലാമ അവരെയും കൂട്ടി രാത്രി പുറപ്പെട്ട് ചെങ്കടലിനടുത്തെത്തി. ആ സമയം മൂസ അലൈഹിസ്സലാം തന്റെ വടികൊണ്ട് സമുദ്രത്തിൽ അടിക്കുകയും അങ്ങനെ അവർക്ക് നടന്നു പോകാൻ സാധിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടൽ അവർക്ക് പിളർത്തിക്കൊടുക്കുകയാണ്. ഇരുഭാഗത്തേക്കും ഒഴിഞ്ഞു നിന്ന ജലഭിത്തികൾക്കിടയിലൂടെ അവർ മറുകര പറ്റി രക്ഷപ്പെട്ടു. അവർ സ്ഥലം വിട്ട വിവരമറിഞ്ഞ് അവരെ പിന്തുടർന്നു വന്നിരുന്ന ഫിർഔനും സൈന്യവും അതേ ഇടവഴിയിലൂടെ സമുദ്രത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇരുഭാഗത്തും ചിറച്ചു നിൽക്കുന്ന കടൽ വെള്ളം അത് കൂട്ടിമുട്ടുകയും അവരെല്ലാം അതിൽ മുങ്ങി നശിക്കുകയും ചെയ്തു. ഇതാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ഫിർഔനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന ചരിത്രം. ഇസ്രായേലരെ സംബന്ധിച്ച്
ഈ ഒരൊറ്റ സംഭവം മതി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കുവാനും അതുപോലെ അള്ളാഹുവിന്റെ സഹായത്തിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന ആ ആദർശം അത് സ്വീകരിക്കാൻ ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ സംഭവം മതി. പക്ഷേ അവരതിന് തയ്യാറായില്ല എന്നാണ്. പക്ഷേ കാലപ്പഴക്കത്തിൽ ഈ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അഭിമാനം കൊണ്ടിരുന്നു ജൂതന്മാരെന്നാണ് സഹോദരങ്ങളെ ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് ആശൂറ ദിവസം, അതായത് മുഹറം മാസത്തിലെ 10-ാം ദിവസം ഈ ജൂതന്മാർ നോമ്പ് നോറ്റിരുന്നത്. അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത് ഒരു ഹദീസ് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ യഹൂദികൾ ആശൂറ, അതായത് മുഹറം മാസം 10-ാം ദിവസം നോമ്പ് പിടിക്കുന്നതായി കണ്ടുവെന്നാണ്. ഈ ദിവസം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഇതൊരു നല്ല ദിവസമാണ്, ഇസ്രായേലിനെ അവരുടെ ശത്രുവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ് എന്ന്, ഈ ദിവസം ആ പ്രത്യേകതയുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ടോ മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റു എന്ന് അവർ മറുപടി പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, അനാ അഹഖു ബിമൂസാ മിൻകും, മൂസായെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെക്കാൾ അവകാശപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് പിടിക്കുകയും അന്ന് നോമ്പ് നോൽക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് ബുഖാരിയും മുസ്ലിമും നസായിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ഹദീസ് അനുസരിച്ചാണ് മുഹറം 10-ന്റെ, അതായത് ആശൂറ ദിവസം അന്ന് മുസ്ലിംകൾ നോമ്പ് പിടിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് അത് പൊതുവെ അറിയപ്പെട്ട വളരെ പ്രബലമായ ഒരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇസ്രായേൽ സന്തതികൾ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ അനേകം സ്ഥലങ്ങളിലൂടെ നമുക്കതിന്റെ ചരിത്രം വിശദീകരിച്ചു തരുന്നുണ്ട്. സൂറത്തു ശുഅറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ സാരം നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മൂസാ നബി അലൈഹിസ്സലാമക്ക് നാം ബോധനം നൽകി, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പുറപ്പെട്ടുകൊള്ളുക, തീർച്ചയായും ശത്രുക്കൾ നിങ്ങളെ പിന്തുടരുവാൻ പോവുകയാണ്. അപ്പോൾ ഫിർഔന്റെ ആളുകളെ വിളിച്ചുകൂട്ടാൻ പട്ടണങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു. തീർച്ചയായും ഇവർ കുറച്ചുപേർ മാത്രമുള്ള ഒരു സംഘമാകുന്നു. തീർച്ചയായും അവർ നമ്മെ അരിശം കൊള്ളിക്കുന്നവരാകുന്നു. തീർച്ചയായും നാം സംഘടിതരും ജാഗരൂകരുമാകുന്നു എന്നിങ്ങനെ വിളിച്ചു പറയാനാണ് ഫിർഔൻ നിർദ്ദേശിച്ചത്. അങ്ങനെ തോട്ടങ്ങളിൽ നിന്നും നീരുറവകളിൽ നിന്നും നാം അവരെ പുറത്തിറക്കി, ഭണ്ഡാരങ്ങളിൽ നിന്നും മാന്യമായ വാസസ്ഥലങ്ങളിൽ നിന്നും. അപ്രകാരമത്രേ നമ്മുടെ നടപടി. അതൊക്കെ ഇസ്രായേൽ സന്തതികൾക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഫിർഔനും സംഘവും ഉദയവേളയിൽ ഇസ്രായേലരുടെ പിന്നാലെ ചെന്ന് അങ്ങനെ 2 സംഘവും പരസ്പരം കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിയുടെ അനുചരന്മാർ പറഞ്ഞു, തീർച്ചയായും നാം പിടിയിൽ അകപ്പെടാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, തീർച്ചയായും എന്നോടൊപ്പം എന്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അപ്പോൾ നാം മൂസാക്ക് ബോധനം നൽകി, നീ നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കുക എന്ന്. അങ്ങനെ ആ കടൽ പിളരുകയും എന്നിട്ട് വെള്ളത്തിന്റെ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെ ആയിത്തീരുകയും ചെയ്തു. മറ്റവരെ ഫിർഔന്റെ പക്ഷത്തുള്ളവരെയും നാം അതിന്റെ അടുത്തെത്തിക്കുകയുണ്ടായി. മൂസായെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും മുഴുവൻ നാം രക്ഷപ്പെടുത്തി. പിന്നെ മറ്റവരെ നാം മുക്കി നശിപ്പിച്ചു. തീർച്ചയായും അതിൽ സത്യനിഷേധികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറയിലെ 52 മുതൽ 67 വരെയുള്ള ആയത്തുകളിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളുമായി രക്ഷപ്പെട്ടതും അതുപോലെ ദുഷ്ടനായ ഫിർഔൻ മുങ്ങിച്ചാകാൻ ഇടയായതും അത് അല്പം വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അത് വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.